ശ്രീ ആർ വി ബാബു, നോക്കൂ, ഉറങ്ങുന്നവരെ ഉണർത്താൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉറക്കം നടിക്കുന്നവരെ എന്ത് ചെയ്യും? അല്ല, അനിൽ നമ്പ്യാരെ, ഇപ്പോൾ ഈ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഇവരെന്താ ചെയ്യുന്നത്? അതിനൊക്കെ വൈറ്റ് വാഷ് ചെയ്യാൻ ന്യായീകരിക്കുക, എന്നിട്ട് ഇതൊന്നും ഇസ്ലാമിൻ്റെ ഭാഗമല്ല എന്ന് പറയുക. ഈ നാടകങ്ങൾ ആവർത്തിച്ച് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ തന്നെ പറയും, തൊട്ടടുത്ത പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നവരാണ് കേരളീയർ. ആറ്റുകാൽ പൊങ്കാല വരുമ്പോൾ ഭീമാപ്പള്ളിയിൽ സ്ത്രീകൾക്ക് സൗകര്യം ഒരുക്കി കൊടുക്കുന്നവരാണ്. റംസാൻ വ്രതം ഹിന്ദുക്കൾ നോക്കുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും പായസം കൊടുക്കുന്നു. ഇതൊക്കെ നാട്ടിൽ ഒരുമിച്ച് ജീവിക്കുന്ന ആൾക്കാർ പരസ്പരം ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊന്നും മതവിശ്വാസവുമായി ബന്ധിപ്പിച്ച് പറയേണ്ട കാര്യങ്ങളല്ല. മതവിശ്വാസവുമായി ബന്ധിപ്പിച്ച് പറയുമ്പോൾ ഇവിടെ ഹാഷിം അടക്കമുള്ളവർ പറയേണ്ടത്, ഞാൻ വിശ്വസിക്കുന്നത് ഒരു ഹിന്ദു ദേവനിലാണ്, ഈശ്വരനിലാണ്, അല്ലെങ്കിൽ വിഷ്ണുവിലാണ്, ശിവനിലാണെന്നിരിക്കട്ടെ, എനിക്ക് സ്വർഗത്തിലെത്താൻ പറ്റുമോ? അതാണ് ഹാഷിം പറയേണ്ടത്. ഞാൻ ഏതെങ്കിലും തരത്തിൽ നിങ്ങളുടെ മതവിശ്വാസം അനുസരിച്ച് ഞാൻ കാഫിറാണോ? ഇവിടെ ഇരിക്കുന്ന സെൻകുമാർ സാർ കാഫിറാണോ? അനിൽ നമ്പ്യാർ കാഫിറാണോ? ഇനി മതവിശ്വാസം ഒന്നുമില്ലാത്ത ആ പാവം ആരിഫ് ഹുസൈൻ കാഫിറാണോ? അയാൾക്ക് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമൊന്നും ഉണ്ടാവില്ല, പക്ഷെ എനിക്ക് സ്വർഗത്തിൽ പോകണമെന്ന് താല്പര്യമുണ്ട്. പക്ഷെ ഞാൻ വിശ്വസിക്കുന്നത് പരമശിവനിലോ അല്ലെങ്കിൽ വിഷ്ണുവിലോ ഒക്കെയാണ്. എനിക്ക് പോകാൻ പറ്റുമോ? ഇത് അംഗീകരിക്കുന്നുണ്ടോ? എന്നിട്ട് അടുത്ത ഉള്ളവന്റെ പ്ലേറ്റിൽ നിന്ന് ഭക്ഷണം കഴിക്കുന്നു, സൗഹൃദമാണെന്നൊക്കെ പറയുന്നില്ല അർത്ഥമുള്ളൂ. ഞാൻ മാത്രം, എൻ്റെ ദൈവം മാത്രം, എൻ്റെ മതം മാത്രം ശരി, ബാക്കിയുള്ള മതവിശ്വാസികൾ മുഴുവൻ സ്വർഗത്തിൽ പോണ്ട. സാറേ, ഞാനത് ഈ അവരുടെ മതവിശ്വാസവുമായി ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഹിന്ദുവിന് സ്വർഗമൊന്നുമില്ല, സ്വർഗത്തിലൊന്നും പോണ്ട. അവന് ആത്യന്തികമായ ലക്ഷ്യം മോക്ഷമാണ്. ഒരു അടുത്ത ജന്മം പോലും ഇല്ലാത്ത മോക്ഷം. അതെ അതെ അതെ. അപ്പോ ഞാൻ പറഞ്ഞത് മോക്ഷം മതി. അതെ അതെ, എനിക്കതറിയാം. അപ്പൊ ഞാൻ പറഞ്ഞത് അവരുടെ വാദഗതിയുമായി ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് മാത്രം. അപ്പൊ ഞാൻ പറഞ്ഞത്, ഇത്തരം വിശ്വാസങ്ങളോട് നിങ്ങൾക്കും സാധിക്കും, എനിക്കും സാധിക്കും, നിങ്ങൾ ഏത് മതവിശ്വാസിയാവട്ടെ, ഇതിലൊന്നും തടസ്സമില്ല എന്ന് പറയുമ്പോഴേ സൗഹൃദമാവുള്ളൂ യഥാർത്ഥത്തില്. അല്ലാതെ തൊട്ടടുത്തവന്റെ വീട്ടില് പായസം കൊടുത്തു, അവൻ തന്ന കേക്ക് കഴിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ശുദ്ധ ബോഷ്കാണ്. ഇതിനൊക്കെ സൗഹൃദമാണ് അല്ലെങ്കിൽ എന്നൊക്കെ പറയുന്നത് വെറുതെ, ഇതിനെയൊക്കെ നമുക്കറിയാം ഒരു പൊളിറ്റിക്കൽ ഗിമ്മിക്ക് പോലെ, അല്ലെങ്കിൽ ഈ പുറമേക്ക് കാണിക്കുന്ന കുറെ നാട്യങ്ങളാണ്. ഈ നാട്യങ്ങളെ കൊണ്ടൊന്നും സൗഹാർദ്ദം ഉണ്ടാവില്ല. ഇനി ഞാൻ പറയുന്നത്, അദ്ദേഹം തുടർച്ചയായിട്ട് ഇവിടെ പറഞ്ഞു, അതായത് ലവ് ജിഹാദിന്റെ ഏതെങ്കിലും ഒരു ഇൻസിഡന്റ് ചൂണ്ടിക്കാണിക്കാമോ എന്ന്. അദ്ദേഹം ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. ഹാഷിം, അങ്ങ് ഈ ലോകത്തൊന്നും അല്ലേ ജീവിക്കുന്നത്. 2009 നമ്മുടെ ഷെഹൻഷാ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നുള്ള കേസ് ഉണ്ടാവുന്നത്. കേരള ഹൈക്കോടതിയിൽ KT ശങ്കറിന്റെ വിധി, ആ ബെയിൽ ആപ്ലിക്കേഷനെ തുടർന്നുള്ള വിധി ഉണ്ടാവുന്നത് ആ വർഷമാണ്. 2010 ആ വിധി വരുന്നുണ്ടെന്ന് തോന്നുന്നു. അപ്പോ ആ കേസ് എന്താണ്? 2 പെൺകുട്ടികൾ, ഒരു ഹിന്ദു പെൺകുട്ടി, ഒരു ക്രിസ്ത്യൻ പെൺകുട്ടി, ആ 2 പെൺകുട്ടികളെ പ്രണയം നടിച്ച് അവരെ സെക്ഷുവലി അസോൾട്ട് ചെയ്ത് അവരുടെ സ്വകാര്യ ചിത്രങ്ങൾ കാണിച്ച് അവരെ ഭീഷണിപ്പെടുത്തി, അവരെ നിർബന്ധിച്ച് മതം മാറ്റാൻ ശ്രമിച്ച്, അത് ഒടുവിൽ കേസായി ഹൈക്കോടതിയിലെത്തിയ കേസ് ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്തു. ആ കേസ് ഹൈക്കോടതിയിലെത്തി. അപ്പോഴാണ് അതിന്റെ വസ്തുതകൾ മുഴുവൻ പുറത്തു വരുന്നത്. കോടതി ആവശ്യപ്പെട്ടു കേരളത്തിലെ മുഴുവൻ പോലീസ് ഉദ്യോഗസ്ഥന്മാരോടും സർക്കാരിനോട്, DGPയോടൊക്കെ ആദ്യത്തെ റിപ്പോർട്ട് കൊണ്ടുവന്നു. കോടതി തള്ളിക്കളഞ്ഞു. നിങ്ങൾ ഒരു യഥാർത്ഥ റിപ്പോർട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. ആ റിപ്പോർട്ട് കൊണ്ടുവന്നപ്പോഴാണ് 10-16 റിപ്പോർട്ടുകൾ സമർപ്പിച്ചു. ആ റിപ്പോർട്ടുകളിലാണ് പറഞ്ഞത്, കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം ജില്ലകളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മതപരിവർത്തനത്തിന്റെ കണക്ക് കേരള ഹൈക്കോടതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്കൊരു തവണയെങ്കിലും. ആ വിധി ഒന്നെടുത്ത് വായിച്ചു നോക്ക് സാർ. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഈ മണ്ടത്തരം പറയൂ. കേരളത്തിൽ അത്തരം കേസുകളുണ്ട്. എന്താ, നിമിഷ ഫാത്തിമയുടെ കേസ് എന്തുന്നാ? ലവ് ജിഹാദ് അല്ലേ? അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മതപരിവർത്തന ജിഹാദ് അല്ലേ? മതം മാറ്റി ആ കുട്ടിയെ എവിടേക്ക് എത്തിച്ചത്? എന്നിട്ട് ഇത്തരം, ഇപ്പോൾ ഇവിടെ നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞു, ജീവിക്കുന്ന ഉദാഹരണങ്ങൾ ആ തിരുവനന്തപുരത്ത് പോയാൽ കാണാം. ആ ബലരാമപുരം പോലെ പോയാൽ മതി. ജീവിക്കുന്ന ഉദാഹരണങ്ങൾ. പെൺകുട്ടികൾ അവർ മീഡിയയുടെ മുമ്പിൽ വന്നതല്ലേ അവരുടെ അനുഭവങ്ങൾ മുഴുവൻ പറഞ്ഞത്. ഇവിടെ കേരള സ്റ്റോറി നട്ടാൽ കുരുക്കുന്ന നുണയാണെന്ന് പറഞ്ഞു. കേരള സ്റ്റോറിയിലെ ട്രൂ ഇൻസിഡൻസ് ആണ് എന്ന് അവർ പറഞ്ഞിട്ടാണ്. ആ ഇൻസിഡന്റ് ഏതെങ്കിലും ഇല്ലാത്തതാണെന്ന് ചൂണ്ടിക്കാണിക്കാമോ? സിനിമ കണ്ടിട്ടില്ല, ഹാഷിം സിനിമ കണ്ടിട്ടില്ല,
കാണുകയില്ല, കാണാനുള്ള ചങ്കൂറ്റമില്ല, ചങ്കുറപ്പില്ല. അത് കണ്ടാൽ ഈ നടന്ന സംഭവങ്ങൾ ഇപ്പോ കേരളത്തിലെ സംഭവം അതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് ഇടപ്പള്ളിയിൽ അനുജയുടെ സംഭവമാണ്. അനുജ മരിച്ചത് എങ്ങനെയാണ്, ആ സംഭവമൊക്കെ ഒന്ന് എടുത്ത് നോക്കണം സാർ. നിങ്ങൾ ആ വായിക്കണം, പഴയ സംഭവമൊക്കെ എടുത്ത്. അനുജ ഈ സിനിമയിൽ ആ കുട്ടിയുടെ മുടി മുറിക്കുന്നുണ്ട്. അനുജ തൂങ്ങി നിൽക്കുന്നത് മൊട്ടയടിച്ച അനുജയായിട്ടാണ്. തല മുഴുവൻ മുണ്ഡനം ചെയ്ത അനുജ ആ കുട്ടിയെ മതം മാറ്റാൻ നിർബന്ധിച്ചു. ആ കുട്ടിയെ വളരെയധികം പീഡിപ്പിച്ചു. പരാതിയാണ്, അമ്മയുടെ പരാതിയാണ്. ആ അമ്മയെ നേരിൽ പോയി കണ്ടയാളാണ് ഞാൻ. നിങ്ങൾ എന്നിട്ട് ഈ നാട്ടുകാരെ മുഴുവൻ പറ്റിക്കാന്ന് വിചാരിക്കുന്നോ? ഇതിട്ട് ഒരു കേസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നത്. എത്ര കേസുകൾ വേണം നിങ്ങൾക്ക്? എത്ര കേസുകൾ വേണം? എത്ര പരാതികൾ വേണം? എത്ര പരാതികൾ വേണം? എത്ര ആൾക്കാർ ഇപ്പൊ ജയിലിനകത്ത് കിടപ്പുണ്ട്? നിങ്ങൾ പറയുന്ന രീതിയിൽ നിമിഷ ഫാത്തിമയെ റിക്രൂട്ട് ചെയ്യാൻ പോയ കേസിലും അടക്കം. ഹൈക്കോടതി പറഞ്ഞോ ബാബു സാർ? ഒന്ന് പറഞ്ഞേ. ഹൈക്കോടതി എന്തിനാണ് നിങ്ങൾക്ക് ഹാഷിം, നിങ്ങൾക്കറിയാമോ? കേരള ഹൈക്കോടതി ഇനിയാ പറയാം. ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറഞ്ഞോ? ഹൈക്കോടതി പറഞ്ഞു. കേരള ഹൈക്കോടതി എന്താ പറഞ്ഞു? നിങ്ങൾ വായിച്ചിട്ടുണ്ടോ വിധി? ഞാൻ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാണ് ഏതാണ് ആ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞു? ഹൈക്കോടതിയുടെ ആ വിധി, ആ സ്റ്റേറ്റ്മെന്റ് ഒന്ന് പറയുന്നത് അതൊക്കെ നമുക്കറിയാം. നിങ്ങൾ വെറുതെ പറഞ്ഞു പോയപ്പോഴല്ലോ. ശരി, അങ്ങനെ വിധി ഹൈക്കോടതി. നിങ്ങൾ നിശബ്ദനായിരിക്കും. ഞാൻ ഇടപെട്ടതല്ല, ഞാൻ ഇത് പറഞ്ഞുകൊണ്ട് പറഞ്ഞു. പറഞ്ഞില്ല എന്നുള്ളതാണോ പ്രശ്നം? കാരണം ഇല്ലാത്തതൊന്നും ഹൈക്കോടതി പറഞ്ഞു. ഹൈക്കോടതി ലവ് ജിഹാദ് ഉണ്ടെന്ന് പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് ഏതാണ്? ആ വിധിന്യായം ഏതാണ്? അതൊന്നും എനിക്ക് കേൾക്കാൻ, ഞാൻ ഈ ചർച്ചയിൽ നിങ്ങൾ കൂടെയുള്ള ഒരാളല്ലേ, നിങ്ങളിത് പറയുന്നില്ലേ? അതൊന്ന് കേൾക്കാൻ എനിക്ക് അനുവദിക്കൂ. അല്ല, ഞാൻ പറയട്ടെ. ഹൈക്കോടതി പറഞ്ഞ ആ സ്റ്റേറ്റ്മെന്റ് മനസ്സിലായി ഹാഷിം. നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെടണ്ട. നിങ്ങൾ ഇങ്ങനെ വേവലാതിപ്പെടണ്ട. നിങ്ങൾ ആ വിധി ഒരു പ്രാവശ്യം വായിക്കുക. അപ്പൊ ഹൈക്കോടതി പറഞ്ഞതായിട്ട് കാണാം. അതായത് ഈ തരത്തിൽ പ്രണയം നടിച്ച് മതം മാറ്റുന്ന സംഘടനകൾ. പറയട്ടെ സാർ. നിങ്ങൾ ആദ്യം തന്നെ പറയാനൊന്ന് അനുവദിക്കൂ. നിങ്ങൾ പറയാൻ അനുവദിക്കൂ. കെ ടി ശങ്കരന്റെ വിധിയുടെ അത്രയും മുഴുവൻ ഇപ്പൊ എന്റെ മേശയിൽ ഇരിപ്പുണ്ട്. ആ വിധിയിൽ വളരെ വ്യക്തമായിട്ട് ഏതൊക്കെ സംഘടനകളാണ് ഈ തരത്തിൽ മതപരിവർത്തനം നടത്തി പെൺകുട്ടികളെ ട്രാപ്പിൽപ്പെടുത്തി പ്രവർത്തിക്കുന്നത് അന്ന് ഹൈക്കോടതി കൊടുത്ത റിപ്പോർട്ടിലുണ്ട്. അത് ബെയിലിന്റെ ആ വിധിന്യായത്തിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ക്യാമ്പസ് ഫ്രണ്ട്, സ്മാർട്ട് ഫ്രണ്ട്, ഷഹീൻ ഫോഴ്സ് തുടങ്ങിയിട്ടുള്ള പോപ്പുലർ ഫ്രണ്ട് തുടങ്ങിയിട്ടുള്ള സംഘടനകളുടെ പേരെടുത്ത് പറഞ്ഞിട്ടാണ് സാർ. നിങ്ങൾ ആ വിധി വായിക്കാത്തതിന് എന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വളരെ വ്യക്തമായിട്ട് പ്രണയം നടിച്ച് അതിന് രണ്ട് പേര് പറഞ്ഞിട്ടുണ്ട് ഹൈക്കോടതി. റോമിയോ ജിഹാദ് അല്ലെങ്കിൽ ലവ് ജിഹാദ്. ഇങ്ങനെ നടക്കുന്നതായിട്ട് 3000 മുതൽ 4000 വരെ ഇത്തരം മതപരിവർത്തനങ്ങൾ നടന്നു എന്നുള്ള റിപ്പോർട്ട് കോടതിയുടെ മുൻപാകെ ഉണ്ട്. നിങ്ങൾ ആ വിധിയൊന്നും എടുത്ത് വായിക്കൂ സാർ. എന്നിട്ട് ഇവിടെ ഒന്ന് വാചകടിക്കൂ. വെറുതെ ഒന്നും അറിയാൻ പാടില്ല മണ്ടത്തരം എഴുന്നള്ളിക്കാൻ മദ്രസ എന്നുള്ള വന്ന് വിവരം വെച്ചിട്ട് ഇവിടെ ഒന്ന് സംസാരിക്കാൻ നിൽക്കരുത്. മനസ്സിലായോ? ബാബു സാറേ, നിങ്ങൾ അതില് ഈ കോടതി പറഞ്ഞോ ഇവിടെ ഞാൻ ചോദിക്കാൻ മറുപടി പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു വിധി, ഹൈക്കോടതിയുടെ വിധി, ഏതെങ്കിലും ഒരു വിധിയിൽ ഇവിടെ ലവ് ജിഹാദ് ഉണ്ടെന്ന് കോടതി പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ആണ് എനിക്ക് കിട്ടുന്നത്. പറയുന്നതൊന്നും വായിക്കാൻ ഞങ്ങൾക്കറിയില്ല. ശരി, പക്ഷേ നിങ്ങൾക്ക് അറിയുന്ന നിങ്ങൾ വായിച്ചൊന്ന് പറയാം. സ്റ്റേറ്റ്മെന്റിൽ പിന്നെ ഇത് ക്യാമ്പസ് ഫ്രണ്ട് അങ്ങനെ ചെയ്തു എന്ന് കോടതി പറഞ്ഞോ? പറഞ്ഞോ? അല്ല, എനിക്കറിയില്ല. ക്യാമ്പസ് കോടതി പറഞ്ഞു. എന്റെ പൊന്ന് സാർ, നിങ്ങൾ ദൈവത്തെ ഓർത്ത് ആ വിധി പൂർണ്ണമായി ഒന്നൊരു ആവർത്തി നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? ആ വിധി വായിച്ചിട്ടുണ്ടോ? നമ്മൾ വായിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇംഗ്ലീഷിൽ വായിച്ചിട്ടുണ്ട്. എന്നെ ഫോണിൽ വിളിക്കരുത്. ഫോൺ നമ്പർ തരും. നിങ്ങൾ അനിൽ നമ്പ്യാരുടെ ഫോൺ നമ്പർ ചോദിച്ചാൽ മതി. അനിൽ നമ്പ്യാർ എന്റെ ഫോൺ നമ്പർ തരും. ശരി, ഒരു കാര്യം പറയുള്ളൂ. അതായത് ലവ് ജിഹാദ്, റോമിയോ ജിഹാദ് എന്നുള്ളത് നേരത്തെ സെൻകുമാർ സാർ പറഞ്ഞതുപോലെ പ്രണയം നടിച്ച് കുട്ടികളെ മതം മാറ്റുന്ന പ്രക്രിയയ്ക്ക് നമ്മൾ വിളിക്കുന്ന ഒരു പേരാണ്. അതിന് ലീഗൽ ടേമിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ള ഒരു പേരല്ല. ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം എന്താ? ലീഗൽ ടേമിൽ അങ്ങനെ ഒരു പേര് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഇത് മനസ്സിലാക്കാൻ സാമാന്യ ബുദ്ധി മതി.
സാമാന്യ ബുദ്ധിമതി. അത് പറഞ്ഞല്ലോ സർ, ഇത് സാധാരണക്കാർക്ക് എളുപ്പത്തിൽ മനസ്സിലാകും. കാരണം ഇതിൽ ലീഗൽ ടേമിൽ ഡിഫൈൻ ചെയ്യാത്തത് കൊണ്ട് ഒരു കോടതിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല, ഒരു അന്വേഷണ ഏജൻസിക്കും ലവ് ജിഹാദ് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. ഇതൊക്കെ ഒരുപാട് തവണ ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. അതുകൊണ്ട് ഞാൻ അവിടെ നിർത്തുകയാണ്. ഞാൻ പറഞ്ഞത്, ഹാഷിം പറഞ്ഞു ഇവിടെ ഒരു കേസെങ്കിലും ഉണ്ടോന്ന്. ഞാൻ ഒട്ടനവധി കേസുകളുടെ ഉദാഹരണങ്ങൾ കൊടുക്കാൻ തയ്യാറാണ്. ഞാൻ അതിൽ 3-4 ഉദാഹരണങ്ങളാണ് പറഞ്ഞത്. അപ്പോ ഇതുകൊണ്ട് ഇവിടെ ഇസ്ലാമിനെ അപരവൽക്കരിക്കാൻ ശ്രമിക്കുന്നു, ഇസ്ലാം എന്നുള്ള സമുദായത്തെ മൊത്തം കുറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു. എന്തുകൊണ്ടാണ് ഹാഷിം ഇസ്ലാം പ്രതിസ്ഥാനത്ത് വരുന്നത്? എന്തുകൊണ്ടാണ്? നിങ്ങൾ ആഗോളതലത്തിൽ തന്നെ ഇസ്ലാമിന്റെ പേരിൽ നിങ്ങൾ നടത്തുന്ന പ്രതികരണങ്ങൾ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തുകയാണ് ഹാഷിം. ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ആരിഫ് ഹുസൈൻ, ഇവിടെ അഫ്സൽ ഗുരുവിനെ തൂക്കിലേറ്റിയപ്പോൾ നിങ്ങളുടെ സമുദായ അംഗങ്ങൾ മയ്യത്ത് നിസ്കാരം നടത്തിയത് കേരളത്തിലാണ് സർ. നിങ്ങൾ ആരുടെ കൂടെയാണ്? നിങ്ങൾ അവരെ തള്ളി പറഞ്ഞോ? നിങ്ങളിവിടെ, ഞാൻ അത്തരം ഉദാഹരണങ്ങൾ യാക്കൂബ് മേമന്റെ കാര്യത്തിലുണ്ട്, അജ്മൽ കസബിന്റെ കാര്യത്തിലുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പഹൽഗാമില് മതം ചോദിച്ച് 10-26 പുരുഷന്മാരെ നമ്മുടെ കേരളത്തിലടക്കമുള്ള രാമേന്ദ്രൻ ചേട്ടനെ അടക്കം കൊലപ്പെടുത്തി. നിങ്ങൾ ഈ എന്താണ് ഗാസയിലെ ആൾക്കാർക്ക് വേണ്ടി ഉണ്ടാക്കിയ ബഹളം പോലെ ഒരു പൊതുപരിപാടി, ഒരു പ്രതിഷേധ പരിപാടി കേരളത്തിൽ എവിടെയെങ്കിലും നിങ്ങൾ നടത്തിയോ? ആ ഭീകരതയ്ക്കെതിരെ നിങ്ങൾ ഗാസയ്ക്ക് വേണ്ടി ഇവിടെ നടത്തിയല്ലോ? നിങ്ങൾ നടത്തിയോ? ഈ പഹൽഗാമിൽ നമ്മുടെ സ്വന്തം നാട്ടില് നമ്മുടെ സ്വന്തം സഹോദരങ്ങളെ മതം ചോദിച്ച് വെടിവെച്ച് കൊന്നപ്പോൾ എവിടെയായിരുന്നു സാർ നിങ്ങളുടെ ഈ മനുഷ്യ സ്നേഹം? എവിടെയായിരുന്നു നിങ്ങളുടെ മനുഷ്യ സ്നേഹം? കാശ്മീരിലെ പാവങ്ങൾക്ക് വേണ്ടി നിങ്ങളിവിടെ എന്ത് മനുഷ്യ സ്നേഹത്തിന്റെ ഐക്യദാർഢ്യമാണ് നിങ്ങൾ നടത്തിയത്? ബംഗ്ലാദേശിലെ ന്യൂനപക്ഷങ്ങൾ ക്രൂരമായി വേട്ടയാടിയപ്പോൾ നിങ്ങളുടെ മനുഷ്യ സ്നേഹം എവിടെയാണ് സാർ? ഞങ്ങളാരും കണ്ടില്ലല്ലോ. എന്നിട്ട് ഇവിടെ വന്നിട്ട് വാചകടിക്കുന്നോ? അപ്പൊ അതുകൊണ്ട് ഇസ്ലാം പ്രതിരോധത്തിലാകുന്നുണ്ടെങ്കിൽ, ഇസ്ലാം സമുദായം ഒന്നടങ്കം പ്രതിസ്ഥാനത്താകുന്നുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇസ്ലാമാണ് സർ, ഇസ്ലാമാണ്. നിങ്ങളുടെ മദ്രസ വിദ്യാഭ്യാസം, നിങ്ങളുടെ മതവിദ്യാഭ്യാസം, അത് ഇന്ത്യയിൽ ലോകത്താകമാനം മാനവരാശിക്ക് ഭീഷണിയാണ്. അതൊക്കെ തിരുത്താൻ തയ്യാറാവാതെ, ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ 10-200 ആയത്തുകൾ ഉദ്ധരിക്കാൻ പോലും പറ്റില്ല. അത് ഉദ്ധരിച്ചാൽ ലോകത്ത് കലാപമുണ്ടാവും. അതുകൊണ്ട് ഇവിടെ തന്നെ മദ്രസകളിൽ തന്നെ പലതും പഠിപ്പിക്കേണ്ടെന്ന് തീരുമാനിച്ചു. കാരണം അത് പഠിപ്പിച്ചാൽ ഭീകരവാദം മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് കേരള പോലീസ് പോലും മദ്രസകൾ കേന്ദ്രീകരിച്ച് ഡീറാഡിക്കലൈസേഷൻ പ്രോഗ്രാം തുടങ്ങിയത്. ഓപ്പറേഷൻ PG എന്നായിരുന്നു അതിന്റെ പേര്. മുഹമ്മദ് യാസിനായിരുന്നു അതിന്റെ തലവൻ. ഇതൊക്കെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നടക്കുന്നതിന്റെ കാരണം നിങ്ങളുടെ മതത്തോടുള്ള സമീപനാണ്. അതുകൊണ്ട് ഇസ്ലാം പ്രതിരോധത്തിലാവുന്നുണ്ടെങ്കിൽ അതിന് കാരണം ഇസ്ലാമാണ്. നിങ്ങൾ ഈ മത തീവ്രവാദികളൊക്കെ തള്ളി പറയുന്നേ, ആ മത തീവ്രവാദത്തോട് നിങ്ങൾ ഗുഡ് ബൈ പറയും. അവരെയൊക്കെ സമൂഹത്തിൽ നിന്ന് അകറ്റി നിർത്ത്. പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചപ്പോഴും പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സംസാരിക്കാൻ വന്നത് ആരായിരുന്നു പോപ്പുലർ ഫ്രണ്ടിന് വേണ്ടി സംസാരിക്കാൻ? നിരോധനത്തെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട്, നിരോധിച്ചത് തെറ്റായ നടപടിയാണെന്ന് പറഞ്ഞുകൊണ്ട് അതിനെതിരെ രംഗത്ത് വന്നത് ആരായിരുന്നു? അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നിങ്ങൾ ടിപ്പുവിനെ ന്യായീകരിക്കും. നിങ്ങൾ മാപ്പിളകളെ നടന്നിട്ടില്ലെന്ന് പറയും, മാപ്പിളകളെ ഹിന്ദുക്കളെ കൊല ചെയ്തിട്ടില്ലെന്ന് പറയും. ഇതേപോലെ നിങ്ങൾ ഗുജറാത്ത് ചർച്ച ചെയ്യുമ്പോൾ ഗോദ്രയെ കുറിച്ച് മിണ്ടില്ല. ഇത്തരം സെലക്റ്റീവായ കാര്യങ്ങൾ നിങ്ങളെ പ്രതിസ്ഥാനത്ത് നിർത്തും. അതിന് ഉത്തരവാദി ഞങ്ങളല്ല. അതുകൊണ്ട് ഈ ഭാരതത്തിൽ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ തുടക്കത്തിൽ, ഇവിടെ ലോകത്താകമാനമുള്ളത് ഇസ്ലാമോ ഫോബിയല്ല, ഇസ്ലാമിനോടുള്ള ഭയമാണ്. ഇസ്ലാം സൃഷ്ടിച്ച ക്രൂരതകളോട് പൊതുസമൂഹത്തിനുള്ള ഭയം, ആ ഭയത്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളെ മാറ്റി നിർത്താൻ ജനങ്ങൾ തയ്യാറാവുന്നത്. അതിനെ സാധാരണക്കാരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല, ഏതെങ്കിലും സംഘടന കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. സ്വയം കൃതാനർത്ഥമാണത്. നിങ്ങൾ ചെയ്തതിന്റെ ഫലമാണ് നിങ്ങൾ അനുഭവിക്കുന്നത് ഹാഷിം.